അമേരിക്കയുടെ പോയവാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. കൈകോർക്കാം വയനാടിനായി എന്ന ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് വയനാടിന്റെ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി മദ്രാ പ്രസിഡന്റ് ശ്യാം ശങ്കർ. സേവാഭാരതിയോടൊപ്പം സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി. ഓഗസ്റ്റ് 3-ന് 50ഓളം മൃതദേഹങ്ങൾ ആചാരപ്രകാരം സംസ്കരിക്കാനുള്ള ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു. സുമനസ്സുകളുടെ സഹായം ലോകമെങ്ങും നിന്ന് പ്രവഹിക്കുമ്പോൾ വയനാടിന്റെ കണ്ണീറൊപ്പാൻ സാധ്യമായ സഹായങ്ങളെല്ലാം മന്ത്ര ഒരുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ആഗസ്റ്റ് 3-ന് 50ഓളം മൃതദേഹങ്ങൾ ആചാരപ്രകാരം സംസ്കരിക്കാനുള്ള ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു. സുമനസ്സുകളുടെ സഹായം ലോകമെങ്ങും നിന്ന് പ്രവാഹിക്കുമ്പോൾ വയനാടിന്റെ കണ്ണീറൊപ്പാൻ സാധ്യമായ സഹായങ്ങളെല്ലാം മന്ത്ര ഒരുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൈകോർക്കാം വയനാടിനായി എന്ന ധനസഹായ പദ്ധതിയിലേക്ക് നിരവധി പേർ സംഭാവന നൽകുന്നുണ്ട്. ഈ സഹായം അർഹരിലേക്ക് മന്ത്ര നേരിട്ടെത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫോമയുടെ 8ാമത് അന്തർദേശീയ കൺവെൻഷന്റെ അവാർഡ് കമ്മിറ്റി ചെയർമാനായി ശ്രീ തോമസ് കോശി, കോ ചെയർമാനായി ശ്രീ ചാക്കോ കൊയ്ത്തലേട്ട്, കമ്മിറ്റി അംഗങ്ങളായി ശ്രീ ലൂക്കോസ് പൈനങ്കൽ, മേഴ്സി സാമുവൽ, വിൽസൺ ഊഴത്തിൽ എന്നിവരെ ഫോമ ഭരണസമിതി തിരഞ്ഞെടുത്തു. നോർത്ത് അമേരിക്കൻ മലയാളി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നായി ചാരിറ്റി, വുമൺ എംപവർമെന്റ്, ബിസിനസ് എക്സലൻസ്, ബിസിനസ് മാൻ ഓഫ് ദി ഇയർ, ഫോമ ജോ വെൽഡൻ, ഫോമ ബെസ്റ്റ് റീജിയൻ, ഫോമ ബെസ്റ്റ് അസോസിയേഷൻ, ഫോമ ബെസ്റ്റ് റീജിയൻ പ്രൊഡക്ഷൻ, ഫോമ ഷോർട്ട് സ്റ്റോറി വിജയികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിക്കപ്പെടും. ഫോമ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ്, ജനറൽ സെക്രട്ടറി ഓജസ് ജോൺ, ട്രഷറർ ബിജു തോണിക്കടവിൽ, വൈസ് പ്രസിഡന്റ് സണ്ണി വള്ളിക്കളം, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജെയ്മോൻ ശ്രീധർ, ജോയിന്റ് ട്രഷറർ ജെയിംസ് ജോർജ്, കൺവീനർ ചെയർമാൻ കുഞ്ഞുമാലിയിൽ എന്നിവർ അവാർഡ് കമ്മിറ്റിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. റോഡ് ഐലൻഡ് പ്രൊവിഡൻസിലെ ബിഷപ്പ് റിച്ചാർഡ് ഹെന്നിങ്ങിനെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. ബോസ്റ്റണിലെ അടുത്ത ആർച്ച് ബിഷപ്പായി നിലവിലെ പ്രൊവിഡൻസ് ബിഷപ്പ് റിച്ചാർഡ് ഹെന്നിങ്ങിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് തിരഞ്ഞെടുത്തത്. ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ഹെന്നിങ്സ് ഉൾപ്പെടെ എല്ലാവരെയും ഈ തീരുമാനം അത്ഭുതപ്പെടുത്തി. ബോസ്റ്റണിലെ അടുത്ത ആർച്ച് ബിഷപ്പായി നിലവിലെ പ്രൊവിഡൻസ് ബിഷപ്പ് റിച്ചാർഡ് ഹെന്നിങ്സിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ഹെന്നിങ് ഉൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. തിങ്കളാഴ്ച ബോസ്റ്റൺ ആർച്ച് ബിഷപ്പ് കാർദിനാൾ സീൻ ഒമാലിയുടെ രാജി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു. അദ്ദേഹത്തിന് പകരമാണ് ബിഷപ്പ് റിച്ചാർഡ് ഹെന്നിങ്ങിനെ അമേരിക്കയിലെ ബോസ്റ്റണിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ തലവനെന്ന നിലയിൽ വൈദികരുടെ ലൈംഗിക അതിക്രമണങ്ങൾക്കെതിരെ പോരാടുന്നതിൽ പോപ്പിന്റെ പ്രധാന ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഒമാലിയുടെ മറ്റ് പ്രധാന പദവികളൊന്നും തന്നെ വത്തിക്കാൻ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടില്ല. എന്നാൽ പുതിയ കമ്മീഷൻ നേതാവിനെ നിയമിക്കുന്നതുവരെ അദ്ദേഹം ആ പദവിയിൽ തുടരുമെന്ന് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഇന്ത്യ ഹെറിറ്റേജ് മന്ത് ആഘോഷം പ്രമാണിച്ച് സണ്ണി കല്ലുപ്പാറയെ റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ അവാർഡ് നൽകി ആദരിച്ചു. ലെജിസ്ലേച്ചർ യോഗത്തിൽ കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ അവാർഡ് സമ്മാനിച്ചു. വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നടനെന്ന നിലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സണ്ണി കല്ലുപ്പാറ എന്ന് ഡോക്ടർ ആനി പോൾ ചൂണ്ടിക്കാട്ടി. Sunny Kallupara was born in Kallupara in the Pathanamthitta district in Kerala. He migrated to New York, USA in 1984. Currently, he lives in New York with his wife and 3 children. He works as a quality control inspector at Cromloy in New York. He's a community activist and an actor and received many awards for that. He is very active in many organizations and held responsible positions. The president of the Malayali Association of Rockland, FOMA, Federation of Malayali Association Americas, Hudson Valley Malayali Association, St. Thomas Marthoma Yuvajana Sakyam. He has volunteered in Eye for the Blind, Home for the Homeless, and Meals for Wheels. As the National Committee member, he served as the National Coordinator for Culture Program Convention Convener. You name it, he has so many hats and he served his best. Also, he was the editor for Akshara Kerala, a magazine published by FOMA. He proved his acting skills. He's an actor though. So he acted in many dramas and even movies, TV serials, you name it. He proved his acting skills from school and college levels and received many awards, and including the title of Kala Pratibha of all Kerala's
Balajana Sakyam, and Best Actor in School and College Competitions and Best Actor in the Intercollegiate Drama Competitions. Though he is a busy professional in his industry, is giving time important to his passion and always keen to deliver the best performance whenever he gets an opportunity. He upheld his passion for acting and continued the process of looking for better acting opportunities and work with creative and experienced professionals. He promoted Malayalam dramas with mind-blowing stage performance in the US at a time when American Malayalis were not familiar with the drama art form. He introduced more than 20 dramas and performed in more than 200 stages. These stage performances were primarily used for charity and fundraising purposes. That is what I really appreciate you. You do a lot of charity and fundraising for the charities. He acted in more than 20 TV serials and a lot of web series. His serials appeared in a number of TV channels, including Asianet and Surya. His inborn passion for dramas led him to associate with professional acting groups in the US. He received many awards for his artistic talents. We are grateful for your drive, hard work, and talent. Thank you for going above and beyond. I am proud to present this award to Sunny Kallupara. Distinguished Service Award of the County of Rockland presented to Sunny Kallupara in grateful appreciation for service rendered to County of Rockland, New York, given this day, 6th day of August 2024, signed by Honorable J. Hood Jr., Chairman of the Legislature of Rockland County, and nominated by Anipol. Myself. Yes. One more. Oh, okay. Honorable Rockland County Legislature, ladies and gentlemen, I'm humbled and honored to stand before you as celebrate Indian Heritage Month. First, I would like to extend my heartfelt gratitude, Honorable Legislator Dr. Annie Paul, for giving me this opportunity and recognizing my achievement for Indian community. Honorable Dr. Annie Paul is well known and well respected. The Indian community is very proud of all of her achievement and service to Rockland County. Thank you to all Rockland County Legislature, especially my hometown legislator, Honorable Lon Hofstein. Let us join together in celebrating Indian Heritage Month with pride and joy. Thank you. Thank you for this award. വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നടനെന്ന നിലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് സണ്ണി കല്ലൂപ്പാറ എന്ന് ഡോക്ടർ ആനി പോൾ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിന്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ സണ്ണി എക്കാലവും സജീവമായിരുന്നു. സണ്ണിയുടെ വർണ്ണാഭമായ ജീവിതയാത്രയും അവർ വിവരിച്ചു. സൈറ്റേഷനിലും സണ്ണിയുടെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി. ഫൊക്കാന ട്രസ്റ്റി ബോർഡ് ചെയർ സജി എം പോത്തൻ, ആദ്യകാല സംഘടനാ നേതാവ് ജോസഫ് എല്ലിപ്പറമ്പിൽ, സൈക്കാട്രിസ്റ്റും സംഘാടകനായ ഡോക്ടർ രഘുനാഥ് മേത്ത, ആക്ടിവിസ്റ്റ് അജയ്വീർ ചാപ്പോട്ട്കട്ട് എന്നിവരെയും ആദരിച്ചു. ആദരവിനും അംഗീകാരത്തിനും നന്ദി പറഞ്ഞ സണ്ണി കല്ലൂപ്പാറ ഡോക്ടർ ആനി പോൾ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് അവർ പ്രചോദനമാണെന്നും ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയ സണ്ണി കല്ലൂപ്പാറ ഫോമ കൺവെൻഷന് പുൻഡാക്കാനയിലേക്കുള്ള യാത്ര ഒരു ദിവസം മാറ്റിവെച്ചാണ് ഈ പരിപാടിക്കെത്തിയത്. ഫോമ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണത്തിന്റെ കലാശക്കൊട്ടാണ്. എങ്കിലും സ്വന്തം കൗണ്ടിയിലെ അംഗീകാരം പ്രിയപ്പെട്ടതായി യാത്ര മാറ്റി. സംഘടനാ പ്രവർത്തനത്തിന് പുറമെ സിനിമ, നാടക, സീരിയൽ നടനും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമാണ് സണ്ണി.
ഇത്രയധികം വിശേഷണങ്ങൾ അവകാശപ്പെടാൻ എത്ര പേർക്ക് കഴിയും? 1984 അമേരിക്കയിലെത്തിയ അദ്ദേഹത്തെ ഏവർക്കും സ്വീകാര്യനാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ലാളിത്യവും വിനയവും മികച്ച സൗഹൃദങ്ങളുമാണ്. മികവിന്റെ പാരമ്പര്യമുണ്ടെങ്കിലും വീൺവാക്കുകളോ പൊങ്ങച്ച നിലപാടുകളോ ഇല്ലാത്ത സാധാരണക്കാരന്റെ മുഖമാണ് സണ്ണിയിൽ കാണുക. മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല. ഫോമ എന്ന ഈടുറ്റ ജനകീയ പ്രസ്ഥാനത്തിനു വേണ്ടി ഇതുവരെ ചെയ്യാൻ സാധിച്ച എന്റെ എളിയ സേവനങ്ങളെ വിലയിരുത്തി പ്രിയപ്പെട്ട എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുന്നു, സണ്ണി കല്ലുപ്പാറ പറയുന്നു. നാളിതുവരെയുള്ള തന്റെ കലാസപര്യയിലൂടെ നേടിയ പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് സണ്ണി വിനിയോഗിച്ചത്. ഇനിയും ആ സഹജീവി സ്നേഹത്തിന്റെ പാത പിന്തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമുള്ള ജനപ്രിയ കഥാപാത്രങ്ങളുടെ വേഷപകർച്ചയുമായാണ് സണ്ണി കല്ലുപ്പാറ ജൈത്രയാത്ര തുടരുന്നത്. പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ സൂപ്പർ ഹിറ്റ് സീരിയൽ ഫേസ്ബുക്ക് ജോപ്പനിലെ മുഴുനീള കഥാപാത്രമായ ജോപ്പനും, നാടൻ വൈബ്സിലെ വർക്കിയും, കപ്പ ആൻഡ് ക്രോയ്സാൻഡിലെ ചാക്കോയും അരങ്ങ് തകർത്താടിയവയാണ്. നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഈ വ്യത്യസ്ത മുഖങ്ങളെ തന്മയത്തോടെ സണ്ണി കല്ലുപ്പാറ അവതരിപ്പിക്കുമ്പോൾ അവർ സ്വാഭാവിക വ്യക്തികളായി മാറുന്നു. പ്രവാസി, അക്കര കാഴ്ച, അവർക്കൊപ്പം, ലോക്ക്ഡിൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. കൂടാതെ ഏഷ്യാനെറ്റ്, സൂര്യ തുടങ്ങിയ ചാനലുകളിലെ ജനപ്രിയ പരമ്പരകളായ മനസ്സറിയാതെ, വേളാങ്കണ്ണി മാതാവ്, ഞങ്ങൾ സന്തുഷ്ടരാണ്, കുങ്കുമപ്പൂവ്, അൽഫോൺസാമ, ഹരിചന്ദനം, ഇത് രുദ്രവീണ, ഗ്രീൻ കാർഡ്, ഫേസ്ബുക്ക് ജോപ്പൻ തുടങ്ങിയ 10-ലധികം സീരിയലുകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടിയിട്ടുണ്ട്. ലോക്ക്ഡിനാണ് സണ്ണി ഒടുവിൽ അഭിനയിച്ച മലയാള ചിത്രം. സ്കൂൾ, കോളേജ്, ഇന്റർ കോളേജ് നാടക മത്സരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ സണ്ണി കല്ലുപ്പാറ അഖില കേരള ബാലജന സഖ്യം കലാപ്രതിഭ പട്ടം അലങ്കരിച്ചിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലൻഡ് കൗണ്ടിയുടെ പ്രസിഡന്റായിരുന്നു. നിലവിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ഫോമയുടെ എംപയർ റീജിയൻ ട്രഷററായിരുന്ന സണ്ണി ഫോമ ഷിക്കാഗോ കൺവെൻഷനിൽ നാടക മത്സരത്തിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 കമ്മിറ്റികളിൽ പ്രവർത്തിച്ചു. ഫിലാഡൽഫിയ കൺവെൻഷനിലെ കോർഡിനേറ്ററായും തിളങ്ങി. ഫോമ ഷിക്കാഗോ കൺവെൻഷൻ ബെസ്റ്റ് കപ്പിൾ മത്സരത്തിന്റെ ജഡ്ജായിരുന്നു. ഫ്ലോറിഡ കൺവെൻഷനിലെ നാടക മത്സരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടി. ആരും പറയാത്ത കഥ എന്ന നാടകത്തിലെ അഭിനയ മികവിനായിരുന്നു ഈ അംഗീകാരം. ഫോമ നാഷണൽ കമ്മിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ന്യൂയോർക്ക് സെന്റ് തോമസ് മാർത്തോമ ചർച്ച് യുവജന സഖ്യം സെക്രട്ടറിയായും, സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, നോർത്ത് ഈസ്റ്റ് റീജിയൻ സെക്രട്ടറി, ഭദ്രാസന അസംബ്ലി മെമ്പർ, നോർത്ത് അമേരിക്ക ഭദ്രാസന യുവജന സഖ്യം ആദ്യ ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സഭയുടെ നോർത്ത് അമേരിക്ക യൂറോപ്പ് അസംബ്ലി അംഗമാണ്. ന്യൂജേഴ്സിയിൽ ക്രോമലോയിൽ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സണ്ണി തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അഭിനയത്തെ നെഞ്ചോട് ചേർക്കുന്ന തികഞ്ഞ കലാകാരനാണ്. അപ്പൂപ്പന് 100 വയസ്സ്, നന്മകൾ പൂക്കും കാലം, പ്രവാസി തുടങ്ങി 200-ലധികം വേദികൾ പിന്നിട്ട 20-ലധികം പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കവർന്നു. ഫിലാഡൽഫിയയിലെ മാനുഷി നാടകോത്സവത്തിൽ വ്യൂവേഴ്സ് ചോയ്സ് ബെസ്റ്റ് ആക്ടറായി. വെസ്റ്റ്ചെസ്റ്ററിലെ യൂണിഫെസ്റ്റ് 91-ൽ കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് വേദിയിൽ നിന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡും സ്വന്തമാക്കി. തിരുവല്ലയ്ക്ക് സമീപം കല്ലുപ്പാറ പേരാലുംമൂട്ടിൽ കുടുംബാംഗമായ സണ്ണി നൈനാൻ കർമ്മഭൂമിയിലെ തന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും കലാജീവിതത്തിനും കൈത്താങ്ങായി നിന്ന എല്ലാ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. അമേരിക്കൻ മലയാളി സമൂഹത്തിലെ മുതിർന്ന സംഘടനാ നേതാവ് തോമസ് ടി ഉമ്മൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പാനലിലാണ് സണ്ണി കല്ലുപ്പാറ വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്നത്. സാമുവൽ മത്തായി ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയും, വിനോബ് ശ്രീധരൻ ട്രഷറർ സ്ഥാനാർത്ഥിയും, ഡോക്ടർ പ്രിൻസ് നിച്ചിക്കാട്ട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായും, അംബ്ലി സജിമോൻ ജോയിന്റ് ട്രഷറർ സ്ഥാനാർത്ഥിയുമായാണ് മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കോർപ്പറേറ്റ് ലോകത്തെ അനുഭവ സമ്പത്തുമായാണ് ഡോക്ടർ പ്രിൻസ് നെച്ചിക്കാട്ട് ഫോമ ജോയിന്റ് സെക്രട്ടറിയായി മത്സരിക്കുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടുകളും സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന ധാരണയും പ്രിൻസിനുണ്ട്. വെസ്റ്റേൺ റീജിയൻ RVP എന്ന നിലയിൽ നടപ്പിലാക്കുന്ന പല പ്രവർത്തനങ്ങളും പുതുമയുള്ളതാണ്, ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നതും. RVP എന്ന നിലയിൽ ഒട്ടേറെ പ്രോഗ്രാമുകൾ സൂമിലും നടത്തി. വിവിധ റീജിയനുകൾ സഹകരിച്ച് പ്രോഗ്രാമുകൾ നടത്തണമെന്ന ആശയവും മുന്നോട്ട് വെച്ചത് പ്രിൻസ് ആണ്. അത് പ്രവർത്തന പദത്തിൽ വരുത്തുകയും ചെയ്തു. സംഘടനയിൽ വലിയ മാറ്റങ്ങൾക്കും ഇത് വഴിതെളിച്ചു. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രോഗ്രാമുകളും പുതുമയുള്ള പ്രോഗ്രാമുകളുമാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അതിനാൽ നല്ല ജനപങ്കാളിത്തം കിട്ടുന്നു.
ടാക്സിനെക്കുറിച്ചും മറ്റുള്ള സെമിനാറിനും നല്ല പങ്കാളിത്തമായിരുന്നു. ഫോമയിൽ റീജിയൻ തലത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് പ്രിൻസിന്റെ പക്ഷം. വെസ്റ്റേൺ റീജിയൻ ഒരുപറ്റം പ്രോഗ്രാമുകൾ നടത്തി. കഴിഞ്ഞ മാസം യൂത്ത് ഫെസ്റ്റോടുകൂടി തുടങ്ങി ഫാമിലി നൈറ്റായി അവസാനിക്കുന്ന മുഴുദിന പ്രോഗ്രാം നടത്തി. കോർപ്പറേറ്റ് രംഗത്തെ നേതൃത്വം പോലെ വ്യക്തിജീവിതത്തിലും വ്യത്യസ്ത നേട്ടങ്ങളുടെ ഉടമയാണ് പ്രിൻസ്. നല്ല ഉദാഹരണം അദ്ദേഹവും ഭാര്യയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതിഥികളായി വത്തിക്കാനയിൽ പോപ്പിന്റെ വസതി സാന്താമാർത്തയിൽ ഒരാഴ്ച താമസിച്ചുവെന്നതാണ്. പോപ്പിനോടൊപ്പം പലവട്ടം ഭക്ഷണം കഴിച്ചു. പോപ്പിന്റെ സ്വകാര്യ ചാപ്പലിൽ കുർബാന കണ്ടു. അങ്ങനെ അധികം ആർക്കും സാധിക്കാത്ത കാര്യം സംഘടിപ്പിച്ചെടുത്തു. സഭാകാര്യങ്ങളിലും പ്രിൻസ് സജീവമാണ്. പാരിഷ് കൗൺസിലും പാസ്റ്ററൽ കൗൺസിലും അംഗമായിരുന്നു. ഇപ്പോൾ സിലിക്കോൺ വാലിയിലെ സീറോ മലബാർ ചർച്ചിൽ യുക്കാരിസ്റ്റിക് മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു. മാർ ജോയ് ആലഞ്ചേരി കാർദിനാൾ ആയി സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ വെച്ച് അന്നത്തെ മാർപ്പാപ്പ പോപ്പ് ബെനക്റ്റിനെ സന്ദർശിക്കാനും കഴിഞ്ഞു. പ്രത്യേക ക്ഷണപ്രകാരം കുടുംബസമേതം റോമിലെത്തുകയും ഒരാഴ്ച അവിടെ താമസിക്കുകയും ചെയ്തു. നെടുങ്കുന്നം സ്വദേശിയായ പ്രിൻസ് ചങ്ങനാശ്ശേരി SB കോളേജിലെ പഠനത്തിന് ശേഷം ഉപരിപഠനമൊക്കെ ഫിലിപ്പീൻസിലാണ് നടത്തിയത്. PhDയും അവിടെ നിന്നാണ് എടുത്തത്. ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നതാണ് സഹായകരമായത്. 1990 അമേരിക്കയിലെത്തി. US വിസ ലഭിക്കാൻ ഇന്റർവ്യൂ പോലും വേണ്ടി വന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധാർഹമാണ്. സ്വന്തം കമ്പനി എന്നതായിരുന്നു ലക്ഷ്യം. അതിനാൽ എല്ലാവരെയും പോലെ ജോലിക്ക് പകരം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അക്കാലത്ത് പ്രവർത്തിച്ചത്. സിലിക്കോൺ വാലിയിലെ കമ്പനികളുമായി ബന്ധപ്പെട്ട് സാന്റ് ക്ലാര സാൻ ബെനിറ്റോ കൗണ്ടിയിലെ ഹോംലെസ് ഷെൽട്ടറുകളിൽ ഭക്ഷണം എത്തിക്കുകയായിരുന്നു. കാത്തലിക് ചാരിറ്റിയുമായി ചേർന്നായിരുന്നു ഈ സേവനം. അതേസമയം തന്നെ എയ്ഡ്സ് രോഗികൾക്കായി ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിച്ചു. ഇത് കൂടുതലും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സഹായത്തോടെയായിരുന്നു. ഇക്കാലത്ത് മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയയിൽ സജീവമായി. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടാണ് സിലിക്കോൺ വാലിയിൽ സ്വന്തം കമ്പനി സ്ഥാപിച്ചത്. ഇതുവഴി ഇന്റർനാഷണൽ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആരംഭിച്ചു. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഇന്റർനാഷണൽ ആയതുകൊണ്ട് പ്രിൻസി ട്രാവൽസ് എന്നൊരു ട്രാവൽ ബിസിനസ് സഹോദരങ്ങളുമായി കൂടിച്ചേർന്നു തുടങ്ങി. 2004 റിയൽ എസ്റ്റേറ്റ് ഫൈനാൻസ് രംഗത്തേക്ക് മാറി. 2006 പ്രിൻസ് റിയാലിറ്റി ആൻഡ് ഫിനാൻസ് INC ലോസ് അൽത്തോസ് സിലിക്കൺ വാലി CAയിൽ പ്രവർത്തനം ആരംഭിച്ചു. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, ബ്രോക്കറേജ് രംഗത്തെ പ്രമുഖ സ്ഥാനമാനമാണ് സിലിക്കോൺ വാലി കേന്ദ്രമായ പ്രിൻസ് റിയാലിറ്റി. ഏതാനും വർഷത്തിനു ശേഷം ആ സ്ഥാനം സണ്ണിവേലിയിലേക്ക് മാറ്റി. കടുത്തുരുത്തി പാലകൻ കുടുംബാംഗമായ ഭാര്യ ആൻസിയും സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. മകൾ പ്രിൻസി നെച്ചിക്കാട് അറ്റോർണി ആണ്. ഭർത്താവ് ജോബി ജോയ് കളത്തിൽ മൗണ്ട് വ്യൂവിൽ AI എഞ്ചിനീയർ. രണ്ടാമത്തെ മകൾ പ്രിയ നെച്ചിക്കാട് മെഡിക്കൽ ഡോക്ടർ. ഇളയ പുത്രി ഏഞ്ചൽ നെച്ചിക്കാട് UC മെർസഡിൽ നിന്ന് ബിരുദം നേടിയ ശേഷം സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. ഡോക്ടർ പ്രിൻസ് നെച്ചിക്കാട്ടിന്റെ ഡോക്ടറൽ പ്രബന്ധം USA സിലിക്കോൺ വാലി ഹൈടെക് കമ്പനികൾക്കിടയിൽ ഒരു മാർക്കറ്റിംഗ് ചാനലായി ഇന്റർനെറ്റിന്റെ സ്വാധീനം 2000 പ്രസിദ്ധീകരിച്ചു. 1989 ഓവർസീസ് ഡെവലപ്മെന്റ് നെറ്റ്വർക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സമ്മേളനത്തിനായി ടെക്നോളജി ട്രാൻസ്ഫറും മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമൂഹിക സാംസ്കാരിക മാറ്റവും എന്ന വിഷയത്തിൽ പേപ്പർ അവതരിപ്പിക്കുവാനും പ്രസിദ്ധീകരിക്കാനും ക്ഷണിച്ചു. വാഷിംഗ്ടൺ DC ആസ്ഥാനമായ ബിസിനസ് അഡ്വൈസറി കൗൺസിൽ ചെയർമാനായി 2002 മാർച്ചിൽ സേവനമനുഷ്ഠിച്ചു. ചെയർമാൻ എന്ന നിലയിൽ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രൂ കാർട്ട്, ഹൗസ് മെജോറിറ്റി വിപ്പ് ടോം ഡിലെ, വൈറ്റ് ഹൗസ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഡയറക്ടർ കെന്നത്ത് മെഹൽമാൻ, മരിയ സിനോ തുടങ്ങിയവരും കോൺഗ്രസിലെ മറ്റ് നിരവധി അംഗങ്ങളുമായി ബിസിനസ് വികസനം, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് നികുതി വെട്ടിക്കുറയ്ക്കൽ, സാമ്പത്തിക പ്രവചനം, US ബിസിനസ്സുകൾക്കുള്ള വിദേശ അവസരങ്ങൾ എന്നിവയിൽ തന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. ഇപ്പോൾ മങ്ക സെക്രട്ടറിയും ഫോമ RVPയുമാണ്. ഫോമയുടെ 12 റീജിയണുകളിൽ ഒന്നായ വെസ്റ്റേൺ റീജിയൻ 15 സ്റ്റേറ്റുകളിലായി പടർന്നു പന്തലിച്ചു കിടക്കുന്നു. അമേരിക്കയുടെ ഭൂവിസ്തൃതിയുടെ പകുതിയിൽ കൂടുതൽ. തോമസ് T. ഉമ്മൻ നേതൃത്വം നൽകുന്ന പാനലിന്റെ 12 പരിപാടി സംഘടനയെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രിൻസ് കരുതുന്നു. പാനൽ കൊണ്ട് ദോഷമൊന്നുമില്ല എന്നാണ് പ്രിൻസിന്റെ പക്ഷം. എന്നാൽ പാനൽ നോക്കി ആയിരിക്കില്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. 2 പാനലിലും മികവുറ്റവരുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികൾ പരസ്പരം കുറ്റം പറയുകയോ പഴിചാരുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നത് ശുഭോദർഹമാണ്. വോട്ട് ചെയ്യുന്ന ഡെലിഗേറ്റുകളിൽ പലരും പുതിയ ആളുകളാണ്. അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. സമൂല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു പകരം നിലവിലുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് തങ്ങളുടെ പാനൽ ലക്ഷ്യമിടുന്നതെന്ന് പ്രിൻസ് പറയുന്നു. ഫോമയ്ക്കൊപ്പം വളർന്ന നേതാവാണ് തോമസ് D. ഉമ്മൻ. തുടർച്ചയാണ് സംഘടനയിൽ നല്ലത്. ഓരോ തവണയും അഴിച്ചുപണി വന്നാൽ സംഘടന തന്നെ മാറിപ്പോകും. അത് നന്നല്ല. മികച്ച പ്രോഗ്രാമുകൾ അടുത്ത ഭാരവാഹികൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലാണ് സംഘടനയുടെ വിജയം.
ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ ബ്രോങ്സ് സെന്റ് തോമസ് സീറോ മലബാർ ഫൊറാന പള്ളിയിൽ വെച്ച് ദുഃഖ്രാന തിരുനാൾ ആചരിച്ചു. ഭാരതീയ പാരമ്പര്യത്തിന്റെയും സീറോ മലബാർ സഭയുടെയും അഭിമാനം ഉയർത്തി റോക്ക്ലാൻഡ് വെസ്ലി ഹിൽസിലുള്ള ഹോളി ഫാമിലി സീറോ മലബാർ ചർച്ചിന്റെ കൊടിമരം ഷിക്കാഗോ രൂപത അധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് വെഞ്ചരിച്ചു. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ യോഗവും ഫൊക്കാനയുടെ ആദ്യകാല നേതാവ് TS ചാക്കോയുടെ നിര്യാണത്തിലുള്ള അനുശോചന യോഗവും സൂം മീറ്റിലൂടെ സംഘടിപ്പിച്ചു. ഫൊക്കാന അബ്ദുൾ പുന്നയൂർ കുളത്തിനെ ആദരിച്ചു. ഫൊക്കാനയ്ക്കും മലയാള സാഹിത്യത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മാനിച്ചാണ് ഫൊക്കാന സേവന പുരസ്കാരം നൽകി ആദരിച്ചത്. ഫോമ കൺവെൻഷന്റെ ജനറൽ ബോഡി സംബന്ധിച്ചും ഇലക്ഷൻ സംബന്ധിച്ചും യാതൊരുവിധ സന്ദേഹവും ആവശ്യമില്ലെന്ന് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് വ്യക്തമാക്കി. ഫോമ നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഡോക്ടർ മധുസൂദനൻ നമ്പ്യാരുടെ തിരികെ 1ാം സമ്മാനവും മഞ്ജു വർഗീസിന്റെ പരുന്ത് 2ാം സമ്മാനവും നേടി. ജനപങ്കാളിത്തം കൊണ്ടും ആത്മസാന്നിധ്യം കൊണ്ടും അതിശക്തമായ വചന ശുശ്രൂഷ കൊണ്ടും ശ്രദ്ധേയമായ 1ാമത് PCIC കോൺഫറൻസ് അനുഗ്രഹമായി സമാപിച്ചു. 41ാമത് കനേഡിയൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ ഗ്ലാഡിയൻസ് ക്ലബ് താരം ദിലീപ് തോമസിന് 6 മെഡലുകൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.